സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് PSCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ PSC ബുള്ളറ്റിനിൽ തന്നിരിക്കുന്ന മാർച്ച് മാസത്തെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടത് PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്നത്തേത് മാർച്ച് മാസത്തിലെയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, തദ്ദേശ പുരസ്കാരങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് കൊല്ലം ജില്ലയ്ക്കാണ്. മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ച ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. അതുപോലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? പെരുമ്പടപ്പാണ്. പെരുമ്പടപ്പ് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്താണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂറാണ്. കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിനാണ് മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. മികച്ച നഗരസഭ ഗുരുവായൂരാണ്. അപ്പോൾ ഒന്നും കൂടി നോക്കാം. ഇത്രയും പോയിന്റ്സ് നീറ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മലപ്പുറം ജില്ല, മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂറാണ് കോട്ടയം ജില്ല, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ്, മികച്ച നഗരസഭ ഗുരുവായൂരാണ്. അടുത്തത് കലാനിധി അക്ഷരരത്ന പുരസ്കാരം PV ചന്ദ്രന്. അദ്ദേഹത്തിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? കലാനിധി അക്ഷരരത്ന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? PV ചന്ദ്രനാണ്. PV ചന്ദ്രൻ. അടുത്തത് ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ പങ്കജ് അദ്വാനി ജേതാവ്. പങ്കജ് അദ്വാനി. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ആരാണ്? പങ്കജ് അദ്വാനിയാണ്. പങ്കജ് അദ്വാനി. ഇനം ഏതാണ്? സ്നൂക്കർ ചാമ്പ്യൻഷിപ്പില്. പൂർണ്ണ പുരസ്കാരം KS ചിത്രയ്ക്ക്. പൂർണ്ണ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KS ചിത്ര. അടുത്തത് ശ്രീ പാർവതി സ്ത്രീ രത്ന പുരസ്കാരം ജില്ലാ കളക്ടർ അനുകുമാരിക്ക്. ശ്രീ പാർവതി സ്ത്രീ രത്ന പുരസ്കാരം ലഭിച്ചത് ജില്ലാ കളക്ടർ അനുകുമാരിക്കാണ്. പ്രഥമ പത്മകീർത്തി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഥമ പത്മകീർത്തി പുരസ്കാരം ഡോക്ടർ നാരായണനാണ് പ്രഥമ പത്മകീർത്തി പുരസ്കാരം ലഭിച്ചത്. ജ്ഞാനപാന പുരസ്കാരത്തിന് അർഹനായത് സാഹിത്യ നിരൂപകൻ KP ശങ്കരനാണ്. KP ശങ്കരൻ. ഒന്നും കൂടി നോക്കാം. അക്ഷരരത്ന പുരസ്കാരം ലഭിച്ചത് PV ചന്ദ്രനാണ്. സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് പങ്കജ് അദ്വാനിയാണ്. പൂർണ്ണ പുരസ്കാരം ലഭിച്ചത് KS ചിത്രയ്ക്കാണ്. ശ്രീ പാർവതി സ്ത്രീ രത്ന പുരസ്കാരം ലഭിച്ചത് അനുകുമാരി ജില്ലാ കളക്ടർ. പ്രഥമ പത്മകീർത്തി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ നാരായണനാണ്. ജ്ഞാനപാന പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? KP ശങ്കരനാണ്. അടുത്തത് ചിത്രകാരൻ മൊപ്പാസാങ് വാലത്ത് അന്തരിച്ചു. മൊപ്പാസാങ് വാലത്ത് ഏത് മേഖലയിലായിരുന്നു പ്രശസ്തൻ? ചിത്രകാരനായിരുന്നു. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ജ്ഞാനേഷ് കുമാറിനെ നിയമിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായത് ആരാണ്? ജ്ഞാനേഷ് കുമാർ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായത് ജ്ഞാനേഷ് കുമാർ. IVFലൂടെ ലോകത്തിൽ ആദ്യമായിട്ട് കങ്കാരുവിന്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച് ഓസ്ട്രേലിയ. IVFലൂടെ ലോകത്തിൽ ആദ്യമായിട്ട് കങ്കാരുവിന്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ചു. ഏത് രാജ്യമാണ്? ഓസ്ട്രേലിയയാണ്. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സ്വരാജ് ട്രോഫി പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിന്. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സ്വരാജ് ട്രോഫി അർഹമായ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത്. കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ സ്ഥാനം 96-ാം സ്ഥാനമാണ്. 1-ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ്. എന്താണ്? കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് 2024
ഇന്ത്യയുടെ സ്ഥാനം 96. ഡെൻമാർക്കിനാണ് 1ാം സ്ഥാനം ലഭിച്ചത്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി കൊച്ചിയിൽ നടന്നു. പിൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? കൊച്ചിയിൽ വെച്ചാണ്. കൊച്ചി. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഗാനൈറ്റ്സ് ആണ് രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം. രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം ഏത് എന്ന് ചോദിച്ചാൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഗാനൈറ്റ്സ് ആണ്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഗാനൈറ്റ്സ് ആണ് രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം. അടുത്തത്, ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ 14,000 റൺസ് തികയ്ക്കുന്ന താരം എന്ന റെക്കോർഡ് ഇന്ത്യയുടെ വിരാട് കോഹ്ലിക്ക്. ഏകദിന ക്രിക്കറ്റില് വേഗത്തിൽ എത്ര റൺസാണ്? 14,000 റൺസ് തികയ്ക്കുന്ന താരം എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? വിരാട് കോഹ്ലിയാണ്. അതുപോലെ ഏകദിനത്തിൽ കൂടുതൽ ക്യാച്ച് എടുക്കുന്ന ഇന്ത്യക്കാരൻ, എത്ര ക്യാച്ച്? 158 കോഹ്ലി സ്വന്തമാക്കി. അപ്പൊ 14,000 റൺസ് തികയ്ക്കുന്ന താരം, അതുപോലെ ഏറ്റവും കൂടുതൽ ക്യാച്ച് എടുക്കുന്ന ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡും സ്വന്തമാക്കിയത് കോഹ്ലിയാണ്. എത്ര ക്യാച്ചാണ്? 158. അടുത്തത്, സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ. പദ്ധതിയുടെ പേരെന്താണ്? സമുദ്രയാൻ. ലക്ഷ്യം എന്താണ്? സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ. അടുത്തത്, എൻ രാമചന്ദ്രൻ പുരസ്കാരം ഷബാന ആസ്മിക്ക്. എന്ത് പുരസ്കാരമാണ്? എൻ രാമചന്ദ്രൻ പുരസ്കാരം. എൻ രാമചന്ദ്രൻ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ഷബാന ആസ്മി. അടുത്തത്, ബാർട്ട് ഡെ വേവർ ബെൽജിയം പ്രധാനമന്ത്രിയായിട്ട് അധികാരമേറ്റത് ആരാണ്? ബാർട്ട് ഡെ വേവർ, ബെൽജിയം പ്രധാനമന്ത്രി. അടുത്തത്, രേഖ ഗുപ്ത ഡൽഹിയുടെ 9ാമത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഡൽഹിയുടെ എത്രാമത്തെ മുഖ്യമന്ത്രി? 9ാമത്തെ മുഖ്യമന്ത്രി. ആരാണ്? രേഖ ഗുപ്ത. ഡൽഹിയുടെ മുഖ്യമന്ത്രി ആരാണ്? രേഖ ഗുപ്ത. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ഇവർ. ഇപ്പൊ ഡൽഹിയുടെ 9ാമത്തെ മുഖ്യമന്ത്രി, 4ാമത്തെ വനിതാ മുഖ്യമന്ത്രി ആരാണ്? രേഖ ഗുപ്ത. അടുത്ത പോയിന്റ്, അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടി പാരീസിൽ നടന്നു. ഇപ്പൊ 2025 AI ഉച്ചകോടി നടന്നത് എവിടെയാണ്? പാരീസിലാണ്. അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടി 2025 നടന്നത് എവിടെയാണ്? പാരീസിലാണ്. അപ്പൊ അടുത്തത് നടക്കാൻ പോകുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ് നടക്കാൻ പോകുന്നത്. അടുത്ത ചോദ്യം, നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരം പ്രശസ്ത കഥക് കലാകാരൻ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിക്ക്. 1,50,000 രൂപയുടേതാണ് പുരസ്കാരം. അപ്പം നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന പുരസ്കാരമാണ് നിശാഗന്ധി പുരസ്കാരം. അപ്പൊ നിശാഗന്ധി പുരസ്കാരം നൽകുന്നത് വിനോദസഞ്ചാര വകുപ്പാണ്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പാണ് നിശാഗന്ധി പുരസ്കാരം നൽകുന്നത്. നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായത് കഥക് കലാകാരൻ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിയാണ്. പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി ഏത് മേഖലയിലാണ് പ്രശസ്തൻ എന്ന് ചോദിക്കാം. ഏതാണ്? കഥക് കലാകാരനാണ്. നിശാഗന്ധി പുരസ്കാര തുക എത്രയാണ്? 1,50,000 രൂപയാണ്. ഏകദിന ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ 150 റൺസിലെത്തുന്ന ആദ്യ കളിക്കാരനായ ദക്ഷിണാഫ്രിക്കയുടെ മാത്യു ബ്രീഡ്സ്കെ എത്ര റൺ? 150 റൺസിലെത്തുന്ന ആദ്യ കളിക്കാരനായിട്ട്
ദക്ഷിണാഫ്രിക്കയുടെ ഏത് രാജ്യമാണ്? ദക്ഷിണാഫ്രിക്കയുടെ മാത്യു ബ്രീറ്റ്സ്കൈ. സ്വാതി അയ്യപ്പ പണിക്കർ സാഹിത്യ പുരസ്കാരം മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ കെ ജയകുമാറിന്. സ്വാതി അയ്യപ്പ പണിക്കർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കെ ജയകുമാറാണ്. മുൻ ചീഫ് സെക്രട്ടറി അതുപോലെ എഴുത്തുകാരനുമായ കെ ജയകുമാർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2032 ഭൂമിയിൽ പതിക്കാനിടയുള്ള 2024 YR4 ചിഹ്നഗ്രഹത്തെ നിരീക്ഷിക്കാൻ ഐക്യരാഷ്ട്രസഭ. ഏത് വർഷമാണ് ഭൂമിയിൽ എത്തുമെന്ന് പറയുന്നത്? 2032 പേരെന്താണ്? 2024 YR4 ചിഹ്നഗ്രഹം. 2024 YR4 ചിഹ്നഗ്രഹം. അടുത്തത്, മധ്യപ്രദേശിലെ റേവയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? മധ്യപ്രദേശിലെ റേവയിലാണ്. മധ്യപ്രദേശിലെ റേവയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വന്നത്. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പേര് വിജയ് ദുർഗ് എന്നാക്കി. ഫോർട്ട് വില്യം എന്നതായിരുന്നു പഴയ പേര്. കരസേനയുടേതാണ്. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പുതിയ പേരെന്താണ്? വിജയ് ദുർഗ് എന്നാണ്. പഴയ പേരെന്തായിരുന്നു? ഫോർട്ട് വില്യം എന്നായിരുന്നു. പുതിയ പേര് വിജയ് ദുർഗ്, പഴയ പേര് ഫോർട്ട് വില്യം. അടുത്തത്, വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമമാണ് ഓവർസീസ് മൊബിലിറ്റി. ഓവർസീസ് മൊബിലിറ്റി ഫെസിലിറ്റേഷൻ ആൻഡ് വെൽഫെയർ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമമാണ് ഓവർസീസ് മൊബിലിറ്റി. അടുത്തത്, വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്, ഇപ്ക. ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് ഏതിൻ്റെ മാതൃകയിലാണ് ആരംഭിച്ചത്? ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിലാണ് ആരംഭിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്? വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായിട്ട് സ്ഥാപിതമായതാണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് അല്ലെങ്കിൽ ഇപ്ക എന്നത്. ഇത് മാതൃകയായിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടേതാണ്. അടുത്തത്, 38ാമത് ദേശീയ ഗെയിംസിൽ സർവീസസ് ചാമ്പ്യന്മാരായി. 38ാമത്തെ ദേശീയ ഗെയിംസിൽ ചാമ്പ്യനായത് ആരാണ്? സർവീസസ് ആണ്. കേരളത്തിന് 14ാം സ്ഥാനം. കേരളത്തിന് എത്രാമത്തെ സ്ഥാനം? 14ാമത്തെ സ്ഥാനം. വേദിയായത് ഉത്തരാഖണ്ഡാണ്. അപ്പോൾ 38ാമത് ദേശീയ ഗെയിംസിൽ ചാമ്പ്യന്മാരായത് സർവീസസ് ആണ്. കേരളത്തിൻ്റെ സ്ഥാനം 14ാം സ്ഥാനമാണ്. വേദി, 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഏത് എന്ന് ചോദിച്ചാൽ എവിടെയായിരുന്നു? ഉത്തരാഖണ്ഡായിരുന്നു. ഉത്തരാഖണ്ഡ്. അടുത്തത്, ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 274 ഉപഗ്രഹങ്ങളുള്ള ശനിയാണ് സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം. ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ശനിയാണ്. ശനിക്ക് നിലവിൽ ഇപ്പോൾ എത്ര ഉപഗ്രഹങ്ങളാണുള്ളത്? 274 ഉപഗ്രഹങ്ങളാണ് ഉള്ളത്. പ്രധാനപ്പെട്ട പോയിന്റാണ്, ഓർത്തു വയ്ക്കണം. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ക്രിസ്റ്റി കവൻട്രി തിരഞ്ഞെടുക്കപ്പെട്ടു. ക്രിസ്റ്റി കവൻട്രി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ക്രിസ്റ്റി കവൻട്രി ആണ്. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയും ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യ ആളുമാണ് കവൻട്രി. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷ ആരാണ്? ക്രിസ്റ്റി കവൻട്രി ആണ്. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. അതുപോലെ ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യ ആളുമാണ് കവൻട്രി, ക്രിസ്റ്റി കവൻട്രി. അടുത്തത്, ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി ഫിൻലാൻഡ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 118ാം സ്ഥാനമാണ്. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഏതാണ്? ഫിൻലാൻഡാണ്. ഇന്ത്യ എത്രാമത്തെ സ്ഥാനമാണ്?
118ാമത്തെ സ്ഥാനത്താണ്. നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയാണ് നക്ഷ. നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയാണ് നക്ഷ. പദ്ധതിയുടെ പേരെന്താണ്? നക്ഷ എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയാണ് നക്ഷ. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് എവിടെയാണ് ആരംഭിച്ചത്? കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് കൊച്ചിയിലാണ്. മനു ഭാക്കർ BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024 തിരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് മനു ഭാക്കർ BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024 തിരഞ്ഞെടുക്കപ്പെട്ടു. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയെന്ന് ചോദിച്ചാൽ ആരാണ്? മനു ഭാക്കർ ആണ്. അടുത്തത്, ഓസ്കർ പുരസ്കാര ജേതാവായ ഹോളിവുഡ് നടൻ ജീൻ ഹാക്മാൻ അന്തരിച്ചു. അപ്പൊ ചോദിക്കാം, ഓസ്കർ പുരസ്കാര ജേതാവായ അടുത്തിടെ അന്തരിച്ച നടൻ ആരെയെന്ന് ചോദിച്ചാൽ ആരാണ്? ജീൻ ഹാക്മാൻ. പ്രശസ്ത ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഏത് മേഖലയിലാണ് പ്രശസ്തൻ? ഗാനരചയിതാവാണ്. ബോക്സിംഗ് ഇതിഹാസം ജോർജ് ഫോർമാൻ അന്തരിച്ചു. ജോർജ് ഫോർമാൻ ബോക്സിംഗ് താരമാണ്. ബോക്സിംഗ് താരം. വിഖ്യാത സോവിയറ്റ് ചെസ് താരവും ലോക ചാമ്പ്യനുമായിരുന്ന ബോറിസ് സ്പാസ്കി അന്തരിച്ചു. ബോറിസ് സ്പാസ്കി ചെസ് താരം. അടുത്തതായിട്ട് 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ലഭിച്ചത് ആർക്കാണ്? ഇന്ത്യക്കാണ്. ഇന്ത്യക്ക്. എവിടെ വെച്ചാണ് നടന്നത്? ദുബായിലാണ്. ദുബായിൽ നടന്ന ഫൈനലിൽ ന്യൂസിലാൻഡിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ജേതാക്കളായത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ 3ാമത്തെ കിരീടമാണിത്. 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഫൈനൽ നടന്നത് എവിടെ വെച്ചാണ്? ദുബായിൽ വെച്ചാണ്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഇന്ത്യ ന്യൂസിലാൻഡിനെയാണ് പരാജയപ്പെടുത്തിയത് 4 വിക്കറ്റിന്. അതുപോലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ എത്രാമത്തെ കിരീടമാണിത്? 3ാമത്തെ കിരീടമാണ്. രഞ്ജി ട്രോഫി കിരീടം വിദർഭയ്ക്ക്. രഞ്ജി ട്രോഫി കിരീടം നേടിയത് വിദർഭ. ഫൈനലിൽ കേരളത്തിനെതിരെ 1ാം ഇന്നിംഗ്സ് നേടിയ 37 റൺസിന്റെ ലീഡിലാണ് വിദർഭ ജേതാക്കളായത്. ഇത്തവണ രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് യശ് റാത്തോഡും ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ഹർഷ ദുബെയുമാണ്. രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആരാണ്? യശ് റാത്തോഡ് 960 റൺസ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ഹർഷ ദുബെയ 69 വിക്കറ്റ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ സംസ്ഥാന PSC മ്യൂസിയം. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന PSC മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലാണ്. തിരുവനന്തപുരത്തെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിലാണ്. ഇത് ഉദ്ഘാടനം ചെയ്തതാരാണ്? പിണറായി വിജയനാണ്. ഇന്ത്യയിലെ ആദ്യ സംസ്ഥാന PSC മ്യൂസിയം തിരുവനന്തപുരത്തെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സൗദി അറേബ്യയിലെ റിയാദാണ് 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാക്കുന്നത്. പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത് സൗദി അറേബ്യയിലെ റിയാദാണ്. റിയാദ് എന്നാണ് നടക്കുന്നത്? 2027. അപ്പോൾ 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത് സൗദി അറേബ്യ. സൗദി അറേബ്യയിലെ റിയാദ്. അടുത്തത്, ഹണി ബെഞ്ചമിൻ കൊല്ലം കോർപ്പറേഷൻ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. കൊല്ലം കോർപ്പറേഷൻ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഹണി ബെഞ്ചമിൻ ആണ്. ഹണി ബെഞ്ചമിൻ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ ചെയർമാനായിട്ട്
തുഹിൻ കാന്ത പാണ്ഡെ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെബിയുടെ ചെയർമാൻ ഇപ്പോൾ ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെയാണ്. തുഹിൻ കാന്ത പാണ്ഡെ. സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണായിട്ട് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനെ തിരഞ്ഞെടുത്തു. സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ഡോക്ടർ എം ലീലാവതിക്ക്. കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹമായത് ആർക്കാണ്? ഡോക്ടർ എം ലീലാവതിക്കാണ്. 55,555 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ഡോക്ടർ എം ലീലാവതിയാണ്. എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് ഇക്കൊല്ലത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ അവാർഡിന് അർഹനായി. ഇക്കൊല്ലത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ അവാർഡിന് അർഹനായത് ആരാണ്? എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് ആണ്. NSK ഉമേഷ്. എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് ആണ് ഇക്കൊല്ലത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ അവാർഡിന് അർഹനായത്. സ്വീഡന്റെ അർമാൻഡ് ഡ്യൂപ്ലാറ്റിസിന് പോൾ വോൾട്ടിൽ 11ാം തവണയും ലോക റെക്കോർഡ്. സ്വീഡന്റെ അർമാൻഡ് ഡ്യൂപ്ലാറ്റിസിന് പോൾ വോൾട്ടിൽ 11ാം തവണയും ലോക റെക്കോർഡ്. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനും നവരത്ന പദവി ലഭിച്ച ഇന്ത്യൻ റെയിൽവേയുടെ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അതുപോലെ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനുമാണ് നവരത്ന പദവി ലഭിച്ചത്. കേരളത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായ യാത്രാ സർവീസ് ആരംഭിച്ച തൃപ്പങ്ങോട് പഞ്ചായത്ത്. മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോട് പഞ്ചായത്ത് കേരളത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ചു. മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോട് പഞ്ചായത്ത്. കേന്ദ്ര ലോ സെക്രട്ടറിയായി അഞ്ജു റതി റാണയെ നിയമിച്ചു. കേന്ദ്ര ലോ സെക്രട്ടറിയായിട്ട് നിയമിതയായത് അഞ്ജു രതി റാണ. ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമ സെക്രട്ടറിയാണവർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറി ആരാണ്? അഞ്ജു രതി റാണ. സ്വന്തമായി ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമാകാൻ ഒരുങ്ങുന്നു ആസാം. 1925 മാർച്ച് 12 മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും വർക്കല ശിവഗിരി മഠത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ 100ാം വാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു എന്നാണ് 1925 മാർച്ച് 12 മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും എവിടെ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത്? വർക്കല ശിവഗിരി മഠത്തിൽ വെച്ചാണ്. ഡേറ്റ് ഓർത്ത് വയ്ക്കുക. 1925 മാർച്ച് 12 വർക്കല ശിവഗിരി മഠത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയ ആരൊക്കെയാണ്? മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും. ഇതിൻ്റെ 100ാം വാർഷികമാണ് ആചരിച്ചത്. ലോക ജൂനിയർ ചെസ് കിരീടം ലഭിച്ചത് ഇന്ത്യക്കാണ്. ലോക ജൂനിയർ ചെസ് കിരീടം ഇന്ത്യക്ക്. പ്രണവ് വെങ്കടേഷ് ആണ് ഫിഡെ അണ്ടർ 20 ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കിരീടം നേടിയത്. ലോക ജൂനിയർ ചെസ് കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ്. ആർക്കാണ് ലഭിച്ചത്? പ്രണവ് വെങ്കടേഷിനാണ്. ഫിഡെ അണ്ടർ 20 ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കിരീടം നേടിയത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? പ്രണവ് വെങ്കടേഷ് ആണ്. പ്രണവ് വെങ്കടേഷ്. അടുത്തത് 59ാം ജ്ഞാനപീഠ പുരസ്കാരം ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ലയ്ക്ക്. 59ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ലയാണ്. ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം നേടുന്ന ആദ്യ എഴുത്തുകാരനാണ് ശുക്ല.
11 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പം ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ തുക എത്ര രൂപയാണ്? 11 ലക്ഷം രൂപയാണ്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആര് എന്ന് ചോദിച്ചാൽ വിനോദ് കുമാർ ശുക്ലയാണ്. ഛത്തീസ്ഗഡിൽ നിന്നും ജ്ഞാനപീഠം നേടുന്ന ആദ്യത്തെ എഴുത്തുകാരനാണ് അദ്ദേഹം. 11 ലക്ഷം രൂപയും ഫലകവുമാണ് പുരസ്കാരം. ഗംഗകളെ കുറിച്ചുള്ള സമഗ്ര പഠനത്തിന് സ്ഫിയറെക്സ് എന്ന ദൂരദർശിനി വിക്ഷേപിച്ച് നാസ. സ്ഫിയറെക്സ് ദൂരദർശിനിയുടെ പേര് സ്ഫിയറെക്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആകാശഗംഗകളെ കുറിച്ചുള്ള സമഗ്ര പഠനത്തിന് സ്ഫിയറെക്സ് എന്ന ദൂരദർശിനി വിക്ഷേപിച്ചത് നാസയാണ്. 37ാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിൽ കേരളം ജേതാക്കളായി. എത്രാമത്തെ? 37ാമത്തെ അഖിലേന്ത്യാ തപാൽ കലാമേളയിൽ ജേതാക്കളായത് കേരളമാണ്. മധ്യപ്രദേശിലെ മാധവ് ദേശീയോദ്യാനത്തെ ഇന്ത്യയുടെ 58ാം കടുവാ സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ 58ാമത്തെ കടുവാ സങ്കേതം മധ്യപ്രദേശിലെ മാധവ് ദേശീയോദ്യാനമാണ്. മാർക്ക് കാർണി കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് അധികാരമേറ്റു. മാർക്ക് കാർണി കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി. UK-യിലെ പാർലമെന്റ് അംഗങ്ങൾ നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം തെലുങ്ക് നടൻ ചിരഞ്ജീവിക്ക്. 2021-22 വർഷത്തെ കേരള സർവകലാശാലയുടെ ONV പുരസ്കാരം MK സാനുവിനും M മുകുന്ദനും. 2021-22 വർഷത്തെ കേരള സർവകലാശാലയുടെ ONV പുരസ്കാരം നേടിയത് ആരൊക്കെയാണ്? MK സാനു, M മുകുന്ദൻ എന്നിവരാണ്. കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ തിരുവനന്തപുരത്ത് സ്ഥാപിതമായി. സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ്. സ്വിസ് വായു ഗുണനിലവാര സാങ്കേതിക കമ്പനിയായ IQ എയറിന്റെ 2024 റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5ാം സ്ഥാനം. 5ആണ്. ചാഡ്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, കോങ്കോ എന്നീ 5 രാജ്യങ്ങളാണ് 1 മുതൽ 4 വരെയുള്ള സ്ഥാനങ്ങൾ. ചാഡ്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, കോങ്കോ. വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5ാം സ്ഥാനമാണ്. അജയ് സേത്തിനെ പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിച്ചു. പുതിയ ധനകാര്യ സെക്രട്ടറി ആരാണ്? അജയ് സേത്താണ്. 2025 പുരുഷ വനിതാ കബഡി ലോകകപ്പുകൾക്ക് ഇംഗ്ലണ്ട് വേദിയാവും. 2025 പുരുഷ വനിതാ കബഡി ലോകകപ്പുകൾക്ക് വേദിയാകുന്ന രാജ്യം ഇംഗ്ലണ്ടാണ്. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നത്. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നത്. കേരളത്തിൽ ലഹരി വ്യാപാരം തടയുന്നതിനായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്നത്. കേരളത്തിൽ ലഹരി വ്യാപാരം തടയുന്നതിനായിട്ട് എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പോൾ PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. മുഴുവൻ ചോദ്യങ്ങളും ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.